എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. അതായത് ഞാൻ എഴുതിയ രണ്ടാമത്തെ പാട്ടാണ് വിജയലക്ഷ്മി മാഡം പാടുന്നത്. ആദ്യത്തെ ഗാനം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പ്രണവ മന്ത്രധ്വനി ഉണരും നിൻ മാറിലെ പൂണൂലായെങ്കിൽ. ഇതും പൂണൂലിനെ സംബന്ധിച്ചൊരു പാട്ടാണ്, പൂണൂലിൽ പൂത്ത നീർമാതളപ്പൂവ്. അപ്പോൾ ഗാനഗന്ധർവയായ വിജയലക്ഷ്മി മാഡം വളരെ എളിമയോടുകൂടി എന്നെപ്പോലെയുള്ള ചെറിയ കലാകാരിയുടെ ഒരു പാട്ട് പാടാമെന്ന് പറയുമ്പോൾ എനിക്കത് ശരിക്കും പറഞ്ഞാൽ പത്മശ്രീ കിട്ടിയ പോലെയാണ്. നമുക്കൊന്നും ഈ ജന്മത്തിൽ പത്മശ്രീ കിട്ടാൻ പോകുന്നില്ല, ഇത്ര കഷ്ടപ്പെട്ടിട്ട്. ഇതെന്റെ 80ാമത്തെ വർക്കാണ്. ഞാൻ രചനയും സംവിധാനവും ചെയ്യുന്ന 80ാമത്തെ വർക്കാണ്. അപ്പം വിജയലക്ഷ്മി മാം ഒത്തിരി നന്ദിയുണ്ട്, കടപ്പാടും. അയ്യോ, ഞാനും നന്ദി പറയുന്നത്. വീണ്ടും പ്രിയ ചേച്ചിയുടെ ഒരു ഗാനം പാടാൻ പറ്റിയില്ലേ? അതായത് കാലപ്പഴക്കത്താൽ തെളിനീരിൽ ഒഴുക്കും ആ പൂണൂൽ എനിക്ക് നീ തരുമോ. ആ പ്രണയത്തിന്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് എനിക്ക് പാടാൻ പറ്റിയെന്നാണ് വിശ്വാസം. പ്രണയം, വിരഹം, വേദന, എല്ലാ ഭക്തി എല്ലാം കലർന്ന ഒരു അല്ലേ, അങ്ങനെ ഒരു ഗാനമാണ്. അതെനിക്ക് സന്തോഷമായി പാടാൻ പറ്റിയതില്. കാലപ്പഴക്കത്താൽ തെളിനീരിലൊഴുക്കുമാ പൂണൂലെനിക്കു നീ തരുമോ. ഹൃദയമാം തെളിനീരിലൊഴുക്കി ഞാനെൻ ആത്മാവിൻ തീരത്ത് സൂക്ഷിക്കാം, ആത്മാവിൻ തീരത്ത് സൂക്ഷിക്കാം. കാലപ്പഴക്കത്താൽ